യേശുവേ, ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപ ഒന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപ ഒന്നു മാത്രം യേശുവേ. ദൈവമായ കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ച് അവൻ്റെ രാജ്യത്തിലാക്കി വെച്ച് അവനോടൊപ്പം തന്നെ ആയിരിക്കാൻ തക്കവണ്ണം നമ്മളെ യോഗ്യരാക്കി തീർന്നു. ഒന്നും നമ്മുടെ പ്രവൃത്തികളല്ല, എല്ലാം കർത്താവിൻ്റെ ദാനം മാത്രമാണ്. അവൻ നമ്മെ വീണ്ടെടുത്തത് അവൻ്റെ സ്വന്തം പുത്രൻ്റെ രക്തത്താലാണെന്നുള്ള വലിയ വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കുന്നു എങ്കിൽ നമുക്ക് അവനോടൊപ്പം തന്നെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം അവൻ നമ്മെ യോഗ്യരാക്കി തീർക്കും. ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുക്കുകയില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ തീത്തോസിനോട് പറയുകയാണ്, അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. ദൈവത്തിൻ്റെ കരുണയാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. നാം അഥവാ പാപികളായിരിക്കുമ്പോൾ തന്നെ, നാം തെറ്റുകാരും കുറ്റക്കാരും ആയിരിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതെന്ന് കാൽവരി ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി മരിച്ച് അവൻ നമുക്ക് നമ്മുടെ സകല പാപങ്ങളും അകൃത്യങ്ങളും രോഗങ്ങളും ആ ക്രൂശിന്മേൽ ചുമന്ന് നമ്മെ വീണ്ടെടുത്തത് അവൻ്റെ കരുണയാണ്, അവൻ്റെ കൃപയാണ്. നാം അവൻ്റെ കൃപയാൽ ആറാമത്തെ വാക്യം പറയുകയാണ്, നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന അവകാശികളാകേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ട്. അപ്പോൾ നിത്യജീവൻ അവകാശികളായി തീരണം എന്നാണ് നമ്മെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തുവും പരിശുദ്ധനായ ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് നാം ചെയ്യേണ്ടത് പുനർജനന സ്നാനം എന്ന വലിയ കർമ്മത്തിലേക്ക് പോകണം. നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മൾക്ക് ധാരാളമായ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണവും കൊണ്ട് തന്നെ. അപ്പം നാം നവീകരണം പ്രാപിക്കുന്നവരാണ്. നവീകരണം പ്രാപിക്കണമെങ്കിൽ പുനർജനന സ്നാനം പ്രാപിക്കുന്നവരായിരിക്കണം. നാം ജീവിക്കുന്ന ഈ ലോകത്തെ, ഈ ആധുനിക ലോകത്ത് ഏത് വസ്തുവിനും ഒരു കാറ്റലോഗ് ഉണ്ട്, ഒരു കാലാവധിയുണ്ട്, അല്ലേ? നാം വാങ്ങിക്കുന്ന ഏതൊരു സാധനത്തിലും, ഒരു ഫോൺ വാങ്ങിച്ചാൽ, നമ്മളൊരു വാഹനം വാങ്ങിച്ചാൽ, നമ്മൾ ഏതൊരു സാധനം വാങ്ങിക്കുമോ അതിനൊരു കാറ്റലോഗ് ഉണ്ട്, അതിനൊരു വിവരണമുണ്ട്, അതിനൊരു കാലാവധിയുണ്ട്. ആ മാനുഫാക്ചറിങ് കമ്പനി അതിനൊരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കാലാവധി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് കളയുമോ? ഇല്ല. കാലാവധി കഴിയുമ്പോൾ നമ്മൾ അതിനെ ഒന്നിലത് രൂപാന്തരപ്പെടുത്തുകയോ അതിനെ പുതിയ മോഡലാക്കി മാറ്റുകയോ പുതുക്കി പണിയോ ഒക്കെ നമ്മൾ ചെയ്യും. അങ്ങനെയാണ് നാം എല്ലാവരും ചെയ്യുന്നത്, ശരിയല്ലേ? നമ്മൾ അതിനെ നമ്മുടെ ഭവനത്തിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഭവനം നമ്മൾ പൊളിച്ചു കളയുമ്പോൾ നമ്മൾ അതിനെ പുതുക്കി പണിയും. അല്ലെങ്കിൽ ഫോണിന് എന്തെങ്കിലും കേട് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്ത ഫോൺ റിപ്പയറിംഗ് കമ്പനി കൊണ്ടുവന്നിട്ട് അതിനെ നമ്മൾ റിപ്പയർ ചെയ്യിക്കും. അങ്ങനെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളെയും നമ്മൾ അതിനെ പുതുക്കത്തിലേക്ക് കൊണ്ടുവരും. എന്നാൽ ഒരു മനുഷ്യൻ്റെ ഹൃദയം, അവൻ്റെ ആത്മാവും ജീർണിച്ചു പോയാൽ മനുഷ്യനത് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കണം. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പാപചിന്തകൾ കടന്നുകൂടിയാൽ ആ പാപചിന്തയെ മാറ്റണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണം. ദൈവത്തിന് മാത്രമേ, ദൈവാത്മാവിന് മാത്രമേ അത് പുതുക്കത്തിൻ്റെ ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അല്ലാതെ ഒരു സാങ്കേതിക വിദ്യകളോ ഒരു തത്വചിന്തകളോ കൊണ്ട് ഒരിക്കലും മനുഷ്യൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കില്ല. രൂപാന്തരപ്പെടുത്തുന്നവൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ അല്ലാതെ, പരിശുദ്ധാത്മാവിൻ്റെ വഴിനടത്തിലൂടെ അല്ലാതെ ഒരു മനുഷ്യനും പുതുക്കത്തിലേക്ക് വരുവാൻ സാധിക്കുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ വിശ്വാസപുത്രനായ തീത്തോസിനെ എഴുതുമ്പോൾ
ക്രീത്ത ദ്വീപിലെ ഈ വിശ്വാസികൾക്ക് വേണ്ടി എഴുതുകയാണ്. ക്രീത്ത ദ്വീപിലെ വിശ്വാസികളെ കുറിച്ച് പറയുന്നത് അവർ കള്ളന്മാരും മടിയന്മാരുമായിരുന്ന ആ ഒരു ജനമെന്നാണ്. തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 12-ാം വാക്യം ഒന്ന് വായിക്കാവോ? ക്രേത്ത ദ്വീപുകാർ ആരായിരുന്നു എന്ന്. ദുഷ്ടജന്തുക്കൾ, ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്ന വാക്കാണത്. അവർ അസത്യവാദികളാണ്, അവർ ദുഷ്ടജന്തുക്കളാണ്. പിന്നെ മടിയന്മാരായ പെരുവയറന്മാരാണ്. മടിയാണ്, അവർക്കൊന്നും ചെയ്യാൻ വയ്യ. പക്ഷേ ആ തട്ടത് കഴിച്ച് അവർ കഴിച്ചുകൊണ്ടേയിരിക്കും. പെരുവയറന്മാർ അത്രേ എന്ന്. ഇത് പൗലോസ് അപ്പോസ്തലന്റെ സ്വന്തം ഭാഷയല്ല. പൗലോസ് അപ്പോസ്തലൻ തീത്തോസ് ദ്വീപിലുള്ളതായ ഒരു മനുഷ്യന്റെ വാക്കിനെ എടുത്തു പറയുകയാണ്. നിങ്ങൾക്കുള്ള അവിടെയുള്ള ഒരുവൻ, അവരിൽ ഒരു വിദ്വാൻ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള അറിവുള്ളവനായ ഒരു മനുഷ്യൻ പറയുകയാണ്, ഈ സാക്ഷ്യം നേര് തന്നെ മതി. അത്തരം ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ദൈവജനത്തിന് ബാഹ്യമായ ചില നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം കാര്യമായി ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. അവർ താമസിക്കുന്നതായ ഇടത്തുള്ളതായ ജനങ്ങളുടെ വിശേഷണമാണ് അവരിൽ ഒരുവൻ തന്നെ പറഞ്ഞത്. പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറഞ്ഞിരിക്കുകയാണ്, അവർ മടിയന്മാരായ പെരുവയറന്മാരാണ്. അവർ ദുഷ്ടജന്തുക്കളെ പോലെ പ്രവർത്തിക്കുന്നവരാണ്, അല്ലെങ്കിൽ ദുഷ്ടജന്തുക്കൾ തന്നെ എന്ന് പറയാൻ പറ്റും. കാരണം കഠിന ഹൃദയമുള്ളവരാണ്, എന്ത് ചെയ്യുവാനും മടിക്കാത്തവരായവരാണ്. അത്ര ഒരു സമൂഹത്തിന്റെ നടുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികളായ ജനങ്ങൾക്ക് വേണ്ടി വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന്, തന്റെ വിശ്വാസപുത്രനായ തീത്തോസിന് എഴുതുകയാണ്, അവിടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. അവരുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. മറിച്ച് അവരിൽ അവരുടെ ആത്മാവിന്റെ ആന്തരിക നവീകരണം, അവരുടെ ആത്മാവിന് അവരുടെ ഹൃദയത്തിൽ ഒരു ആന്തരിക നവീകരണം ഉണ്ടാകണമെന്ന് പൗലോസ് അപ്പോസ്തലൻ അവരെ ഓർപ്പിക്കുകയാണ്. രക്ഷ എന്നത് ദൈവത്തിന്റെ കഴിവോ നീതിയോ മനുഷ്യന്റെ കഴിവോ നീതി പ്രവൃത്തികളോ ഒന്നും ലഭിക്കുന്നതല്ല. അതിലൊന്നും അടിസ്ഥാനപ്പെട്ടതുമല്ല. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ദൈവം നമ്മെ കരുതിയത് കൊണ്ടും കൃപ ലഭിച്ചതുകൊണ്ടും മാത്രം ലഭിക്കുന്നതാണ്. ഇവിടെ മനുഷ്യന് എന്തുകൊണ്ട് ഒരു ഈ നവീകരണം അല്ലെങ്കിൽ ഈ പുനർജനനം ആവശ്യമായി വരുന്നത്? സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, നിത്യജീവൻ അവകാശമാകണമെന്നുണ്ടെങ്കിൽ അവനൊരു പുനർജനനം പ്രാപിച്ചവനാണെങ്കിൽ മാത്രമേ അവന് സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നിത്യജീവന് അവകാശമാകുവാൻ സാധിക്കുള്ള. വിശുദ്ധ വേദപുസ്തകം അടിവരയിട്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുകയാണ് വിശുദ്ധ വേദപുസ്തകം. ഇവിടെ മനുഷ്യന്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് 3 കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. ഞാൻ അതൊന്ന് വിശദീകരിക്കാം. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിലെ 3-ാം വാക്യം കുറിച്ചായിട്ട് മനുഷ്യന്റെ പഴയ അവസ്ഥയെക്കുറിച്ചും അവന്റെ പഴയ സ്വഭാവത്തെക്കുറിച്ചുമാണ് അവിടെ പറയുന്നത്. നിങ്ങൾ മുമ്പേ ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും. ഏതൊക്കെ അവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയിക്കണം? നിങ്ങൾ മുൻപേ ബുദ്ധികെട്ടവരായിരുന്നു, അനുസരണമില്ലാത്തവരായിരുന്നു, വഴിതെറ്റി നടക്കുന്നവരും, നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും, ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും, ദേഷ്യതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നു. ഇപ്പോഴും നമ്മൾ പലരും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു സ്വഭാവവിശേഷണം നമ്മളിൽ ഇപ്പോഴും ഇല്ല. നമ്മൾ തന്നെ നാം ചോദിക്കണം. മുമ്പേ നാം ബുദ്ധികെട്ടവർ, അനുസരണയില്ലാത്തവർ, വഴിതെറ്റി നടക്കുന്നവർ, നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരായവർ, ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും, ദേഷ്യതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നില്ലേ? ഇതിലേതൊക്കെ സ്വഭാവവിശേഷണങ്ങൾ ഉള്ളവരാണ് നാം? നമ്മോട് തന്നെ നാം ചോദിച്ചാൽ മതി. സകലം അറിയുന്നവനായ കർത്താവ്, സർവശക്തനായ ദൈവം സ്വർഗത്തിലിരുന്ന് കാണുകയും അറിയുകയും ചെയ്തുകൊണ്ട് ഹൃദയങ്ങളെയും ഹൃദാന്തരങ്ങളെയും ശോധന ചെയ്യുന്നവനാണ് നമ്മുടെ പരിശുദ്ധനായ ദൈവം. മനുഷ്യന്റെ രണ്ടാമത്തെ അവസ്ഥയാവുമ്പോൾ പെട്ടെന്ന് ഞാൻ കടന്നു പോവാം. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചു.
നീതി പ്രവർത്തികളല്ല, അവന്റെ കരുണ പ്രകാരം അത്രയും നമ്മെ അവൻ രക്ഷിച്ചത്. അപ്പൊ സ്വയം രക്ഷിക്കുവാൻ കഴിയാത്തവനാണ് മനുഷ്യൻ. ഞാൻ ഈ അവസ്ഥയിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ എന്നെ അവിടുന്ന് രക്ഷിക്കുവാൻ, എന്നെ ഒരുപക്ഷെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും. പക്ഷെ എന്നെ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സ്വയം സാധിക്കില്ല. ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ ദൈവത്തിന്റെ നീതി ഉണ്ടാകണം, ദൈവത്തിന്റെ കരുണ ഉണ്ടാകണം, ദൈവത്തിന്റെ കൃപയുണ്ടാകണം. അപ്പൊ നമ്മളുടെ നീതി പ്രവർത്തികൾ കൊണ്ടൊന്നും അല്ല. നാം പലപ്പോഴും പലർക്കും ദാനം ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം, പുണ്യപ്രവർത്തികൾ ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ നിന്റെ ഹൃദയം അത് കപടം നിറഞ്ഞതാണെങ്കിൽ, അത് വഞ്ചന നിറഞ്ഞതാണെങ്കിൽ, അത് അസൂയ നിറഞ്ഞതാണെങ്കിൽ, അത് ഈർഷ്യ നിറഞ്ഞതാണെങ്കിൽ, മറ്റൊരുത്തിനെ പകയ്ക്കണമെന്ന ആഗ്രഹത്തോടെയാണെങ്കിൽ നീ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തി കൊണ്ടും നിനക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ സാധിക്കില്ല. സ്വർഗം അവകാശമാക്കണമെന്നുണ്ടെങ്കിൽ നീ നവീകരണം പ്രാപിച്ചവരായിരിക്കണം, നീ പുനർജനനം പ്രാപിച്ചവരായിരിക്കണം, പുനർജീവൻ പ്രാപിച്ചവരായിരിക്കണം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായത്തിന് 6-ാം വാക്യം വായിക്കാവോ? നമ്മുടെ നീതി പ്രവൃത്തികൾ എല്ലാം കറപിടിച്ച വസ്ത്രം പോലെയാകുന്നു എന്നല്ലേ എഴുതിയിരിക്കുന്നത്. അറുപത്തിയാറിന്റെ 6 വായിക്കുന്നത്. യെശയ്യാ 66-ന്റെ 6. നമ്മുടെ നീതി പ്രവർത്തികളൊക്കെയും കറ പുരണ്ട വസ്ത്രം പോലെ അത്രേ. നമ്മുടെ നീതി പ്രവർത്തികൾ, നാം ചെയ്യുന്നതായ പ്രവർത്തികളെല്ലാം കറ പുരണ്ട വസ്ത്രം പോലെ. ഒരിക്കൽ കറ പുരണ്ട വസ്ത്രം വീണ്ടും നമ്മൾ ധരിച്ചുകൊണ്ട് പോകുമോ? ഇല്ല. എപ്പോഴും വിശുദ്ധിയോടെ നടക്കാണ് പലരും ആഗ്രഹിക്കുന്നത്. എന്നാൽ സ്വന്തം പ്രവർത്തികൾ കൊണ്ടോ, സഭയിലെ ഒരു അംഗത്വം കൊണ്ടോ, സമൂഹത്തിലെ ഒരു മാന്യത കൊണ്ടോ ഒരുവന് ദൈവമുൻപാകെ നീതീകരിക്കപ്പെടുവാൻ സാധിക്കില്ല. ഏതെങ്കിലും വലിയ സഭയുടെയൊക്കെ അംഗത്വം ഉണ്ടാവാം, അല്ലെങ്കിൽ ആ സഭയുടെ കമ്മിറ്റിയിൽ ഉണ്ടാവാം, സമൂഹത്തിലൊരു മാന്യസ്ഥാനം ഉണ്ടാവാം, പല നീതി പ്രവർത്തികൾ ചെയ്യുന്നവരായിരിക്കാം, ചില സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്നവരായിരിക്കാം. പക്ഷെ ഇതൊന്നും ദൈവമുൻപാകെ നീതീകരണത്തിന് യോഗ്യമാകുന്നില്ല. നീതീകരണം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ നവീകരണം പ്രാപിക്കണം. അവൻ വീണ്ടും ജനിക്കണം, ക്രിസ്തുവിനോടുകൂടി ആയിരിക്കണം. ക്രിസ്തുവിനോടുകൂടെ ചേർന്നിരുന്നെങ്കിൽ മാത്രമേ, ക്രിസ്തു വസിക്കുന്ന ഒരു ഭവനമായി എൻ്റെ ഹൃദയമായില്ല എങ്കിൽ എനിക്ക് ഇതൊന്നും ചെയ്താലും പ്രയോജനമില്ല. മനുഷ്യന്റെ 3-ാമത്തെ അവസ്ഥയെക്കുറിച്ച് വായിക്കാം. ആത്മീയ മരണം. എഫെസ്യരുടെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചതായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതിന് 2-ാം വാക്യം പറയുന്നു: അവയിൽ മുൻപേ നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന്റെ അധിപതിയായവനെയും സേവിച്ച് നടന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. എപ്പോൾ? ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ തന്നെ നിങ്ങളും ഉയർത്തെഴുന്നേൽപ്പെട്ട അനുഭവത്തിലേക്ക് വന്നു. അപ്പൊ ചോദിച്ചു, ക്രിസ്തു മരിച്ചിട്ട് എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ജനിച്ചത്. ക്രിസ്തയേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങളെ ഇവർക്ക്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു. എന്താ പറയുന്നേ? യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, ക്രിസ്തു എനിക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്നു, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി, എൻ്റെ ലോകത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു എന്ന് വിശ്വസിക്കുകയും ആ ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം എനിക്ക് വേണ്ടിയായിരുന്നു എന്ന് വിശ്വസിക്കുകയും ആ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, ആ രക്തത്താൽ എൻ്റെ പാപക്കറകൾ മായ്ക്കപ്പെട്ടു, എൻ്റെ വസ്ത്രത്തിൽ പറ്റിയിരുന്നതായ പാപക്കറകളെ മുഴുവൻ, എൻ്റെ ശരീരത്തിൽ പറ്റിയിരുന്നതായ പാപക്കറകളെ, എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന പാപക്കറകളെ മുഴുവൻ
അവന്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവന്നു, എന്നെ വീണ്ടെടുത്തു. അതാണ് പുനർജനനം. അതിനൊരു വെള്ളത്തിലും പോയി മുങ്ങേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് വേദപുസ്തകം പറഞ്ഞത്, വെള്ളത്താലും ആത്മാവിനാലും നീ രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ. ആ വെള്ളമെന്ന് ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും കൂട്ടിലെയോ കാറ്റിലെയോ കുളത്തിലെയോ വെള്ളത്തിൽ മുങ്ങണമെന്നല്ല. നീ കഴുകപ്പെട്ട അവസ്ഥയിലാകണം. നിനക്കൊരു കഴുകൽ പ്രാപിക്കണം. ഈ ലോകത്തിലെ വെള്ളം കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ നിന്റെ ശരീരത്തിന്റെ പുറത്തുള്ള അശുദ്ധി മാറും. നിന്റെ ഉള്ളിലുള്ള അശുദ്ധിയെ മാറ്റുവാൻ സാധിക്കുമോ? നിന്റെ ഹൃദയത്തിലെ അശുദ്ധി മാറണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ചിരിക്കണം. അതാണ് വെള്ളത്താലുള്ളതായ സ്നാനം എന്ന് ഉദ്ദേശിക്കുന്നത്. പല സഭകളും പല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്, ഞാനതിനെ വിമർശിക്കുന്നില്ല. പക്ഷെ വേദപുസ്തക അടിസ്ഥാനത്തിൽ വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നതായ വളരെ സത്യാവസ്ഥ കാര്യമാണ്. നീ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടണം. അതാണ് വെള്ളത്താൽ കഴുകപ്പെടണം എന്ന് ഉദ്ദേശിക്കുന്നത്. നീ ഒരു കഴുകലിന്റെ അനുഭവത്തിലേക്ക് വരണം. നിന്റെ ഹൃദയം നീ കഴുകണം. അതെടുത്ത് പുറത്തു വെച്ച് കഴുകി തുടച്ചു തിരിച്ചു നോക്കാൻ പറ്റുമോ? ക്രിസ്തുവിന്റെ രക്തത്താൽ നിന്റെ ഹൃദയം കഴുകപ്പെടുമ്പോൾ മാത്രമാണ് നിനക്ക് ആ പുനർജീവൻ ഉണ്ടാകുന്നത്, ആ പുനർജനനം ഉണ്ടാകുന്നത്. ആ പുനർജനനം ഉണ്ടായെങ്കിൽ മാത്രമേ നിന്നിൽ ആത്മാവ് വസിക്കുകയുള്ളൂ. അശുദ്ധിയുള്ളിടത്ത് വസിക്കാൻ ദൈവാത്മാവിന് സാധിക്കില്ല. നീ വിശുദ്ധിയുള്ളവനാകണം. നിന്റെ ഹൃദയത്തിലെ പാപചിന്തകളെ നീ മറച്ച് അതിനെ ഒരിക്കലും ദൈവസന്നിധിയിൽ നീ ചെന്നിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പാപപരിഹാരം ലഭിക്കില്ല. നിന്റെ പാപങ്ങളെ നീ ഏറ്റു പറയണം, ദൈവസന്നിധിയിൽ ഏറ്റു പറയണം. സകലവും കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനുമായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. എന്നിട്ട് എഫേസ്യലേഖനത്തിൽ പറയാണ്, അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കെട്ടും മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവരെയും അനുസരിച്ച് നടന്നു. നിങ്ങൾ ആരെയാണ് അനുസരിച്ച് നടന്നത്? ഈ ലോകത്തിന്റെ പാപങ്ങളെ മുഴുവനും, ഈ ലോകത്തിന്റെ അധിപതിയായവനെ, പൈശാചികനായവനെ, പൈശാചിക ചിന്തകളെ നിങ്ങൾ അനുസരിച്ച് നടന്നു. അവരുടെ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. നമ്മുടെ ജഡാഭിലാഷത്തിന് വേണ്ടി, നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നടന്നത്. ആത്മാവിന് വേണ്ടി നിങ്ങൾ നടന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തില്ല. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെയാണ് നിങ്ങൾ ചെയ്തു നടന്നത്. എന്നിട്ടോ മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായി തീർന്നു. നിങ്ങൾ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായി തീർന്നു. 4-ാം വാക്യം, എഫേസ്യർ ലേഖനം ഒന്ന് വായിച്ചാട്ടെ. 4-ാം വാക്യം, കരുണാസമ്പന്നനായ ദൈവം ഉറക്കവായില്ല. നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, അതിക്രമങ്ങളാൽ മരിച്ചവരായ നമ്മയും ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. യെസ്, ക്രിസ്തുവിൽ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കരുണാസമ്പന്നനായ ദൈവം തന്റെ മഹാകരുണയാൽ, നിങ്ങൾ അതിക്രമങ്ങളും പാപികളുമായിരുന്ന നിങ്ങളുടെ ജഡപ്രകാരം ജഡത്തിനും മനോവികാരങ്ങൾക്കും അനുസരിച്ച് നിങ്ങൾ പാപത്തിന്റെ അധീനതയിൽ നടന്നപ്പോഴും കരുണാസമ്പന്നനായ ദൈവം നമുക്കുണ്ടായിരുന്നു സ്വർഗത്തിൽ. അവൻ നിങ്ങളെ കാണുന്നിരുന്നു, നിങ്ങളെ അറിഞ്ഞിരുന്നു, ക്രിസ്തയേശുവിൽ നിങ്ങളെ സ്നേഹിച്ചിരുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തിയല്ല. എന്നിട്ടോ അതിക്രമങ്ങളാൽ മരിച്ചവരായത് നിങ്ങളെയും അവൻ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. ഇതാണ് പുനർജനനം. ഇതിനാണ് പുനർജനനം എന്ന് പറയുന്നത്. മരിച്ച അവസ്ഥയിൽ നിന്ന് ഒരു വസ്തുവിനെ സ്വയം രക്ഷപ്രാപിക്കുവാൻ സാധിക്കില്ല. കൃപയാൽ 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 കൃപ ഒന്നു മാത്രം യേശുവേ. കൃപയാൽ 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 യേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സാധിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ചേർന്ന് പാടിക്കട്ടെ. എനിക്കായി മരിപ്പാൻ,
പറയാനില്ലായേ കൃപ ഒന്നു മാത്രം യേശുവേ. എനിക്കൊരു മാന്യതയും പറയാനില്ല. എൻ്റെ പുണ്യപ്രവർത്തികളെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എൻ്റെ സമൂഹത്തെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കുടുംബത്തെ വലിയ ഉയർച്ചയെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എൻ്റെ സാമ്പത്തിക ഭദ്രതയെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ദൈവത്തിന് ഒന്നും വേണ്ട. അതെല്ലാം ദൈവം നിനക്ക് ദാനമായി തന്നതാണ്. ദൈവം ഒന്നും മാത്രമേ നിന്നോട് ചോദിക്കുന്നുള്ളൂ, എൻ്റെ ഹൃദയം, നിന്റെ അന്തരംഗം. പരിശുദ്ധാത്മാവ് വസിക്കുവാൻ തക്കവണ്ണം ആലയമാണോ നിന്റെ ഹൃദയം? ആമേൻ. ആ രീതിയിലേക്ക് നിന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ മാത്രമേ നിനക്ക് പുനർജനനം, സ്നാനം എന്ന വലിയ പദവിയിലേക്ക് ഉയരുവാൻ സാധിക്കുകയുള്ളൂ. നവീകരണത്തിലേക്ക് നിനക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് നവീകരണം സാധ്യമാകുന്നത്? ഗോഡ് കൈൻഡ്നസ് ആൻഡ് ലവ്. ദൈവത്തിൻ്റെ കരുണയും അവൻ്റെ എന്നേക്കുമുള്ള നമ്മോടുള്ള അവൻ്റെ വലിയ സ്നേഹവും. നിത്യ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നിത്യ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ കണ്ടറിഞ്ഞവനായ ദൈവമാണ്. ആമോസിന്റെ ലേഖനം 7-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഒന്ന് വായിക്കാമോ പെട്ടെന്ന്? ആമോസിന്റെ ലേഖനം 7-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ആമോസ് ആരായിരുന്നു? ആമോസ് പ്രവാചകൻ ആരായിരുന്നു? വലിയ പ്രവചനം പറഞ്ഞതായ ഒരു ആമോസ് പ്രവാചകൻ ആരായിരുന്നു? ആമോസിന്റെ ലേഖനം 7-15. ഞാൻ ഇടയനും കാട്ടത്തി ഉൾപ്പഴം ആമോസ് 7-15. ഞാൻ